വെൽക്കം ടു ക്യാഡ് ആൻഡ് ബീം എക്സ്പേർട്ട്. ദിസ് ഇസ് നവാസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഓട്ടോക്കേഡ്, എന്തിനാണ് ഓട്ടോക്കേഡിൻ്റെ ഉപകാരങ്ങൾ എന്തൊക്കെയാണ്, ആരൊക്കെയൊക്കെയാണ് ഓട്ടോക്കേഡ് യൂസ് ചെയ്യുക, ഓട്ടോക്കേഡിൻ്റെ യൂസേഴ്സ് ആരൊക്കെയാണ്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് സാലറി കിട്ടും, ഇനി അതല്ല ഇത് പഠിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേറെ എന്തൊക്കെ സോഫ്റ്റ്വെയർസുകൾ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ആദ്യം നമുക്ക് എന്താണ് ഓട്ടോക്കേഡ് എന്ന് പറയാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു 2D ഡ്രാഫ്റ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ബട്ട് അതിൽ 2D മാത്രമാണോ ചെയ്യുന്നത്? അല്ല, അതിൽ 3D ചെയ്യുന്നുണ്ട്, ആനിമേഷൻ ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ മെറ്റീരിയൽസ് അപ്ലൈ ചെയ്യാൻ പറ്റും, റെൻഡറിങ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നമുക്കതിൽ ചെയ്യാം. സാധാരണ എല്ലാവർക്കും അറിയില്ല, എല്ലാവർക്കും 2D പ്ലാന് അല്ലെങ്കിൽ 2D സോഫ്റ്റ്വെയർ ആണ് എന്നുള്ളത് മാത്രമാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ബട്ട് അതല്ല. സോ ഇൻ റിയാലിറ്റി എന്ന് പറയുന്നത് 3D മോഡലിംഗ് അതിൽ വരുന്നുണ്ട്. അതിൻ്റെ അപ്പാർട്ട് ഫ്രം നമുക്ക് ആനിമേഷൻസ്, റെൻഡറിങ് ഇതെല്ലാം വരും. അപ്പോൾ പക്ഷേ നമുക്ക് ലിമിറ്റഡ് ആയിട്ട് നമുക്ക് 2D ഡ്രാഫ്റ്റിംഗ് മെയിനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഡിസൈനിങ്ങിന് മാത്രമാണ് നമ്മൾ സാധാരണ ഓട്ടോക്കേഡ് യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് നമുക്ക് 3D പെട്ടെന്ന് ചെയ്യാനൊക്കെ 3D മോഡലിംഗ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള റെവിറ്റൊക്കെ ബിം കൺസെപ്റ്റൊക്കെ വന്നു ഇപ്പോൾ. ഇനിയോ അപ്പം നമുക്ക് ഓട്ടോക്കേഡ് ഏതൊക്കെ ഫീൽഡിലാണ് യൂസ് ചെയ്യുന്നത്? സ്ട്രക്ചർ, ആർക്കിടെക്ചർ ഇവർ മാത്രമല്ല, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിങ്, ഫയർ ഫൈറ്റിങ്, അതേപോലെ തന്നെ നമ്മൾ ക്ലോത്തിങ് ഇൻഡസ്ട്രി, ഇലക്ട്രിക്കൽ ഡിസൈൻസിൽ, ഇലക്ട്രിക്കൽ ലേഔട്ട്, സോ ഇവിടെ ജ്വല്ലറി ഡിസൈൻസ്, ഇവിടെയൊക്കെ നമുക്ക് ഓട്ടോക്കേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓട്ടോക്കേഡ് എന്ന് പറയുന്നത് ഒരു പ്ലാൻ വരയ്ക്കാനോ അല്ലെങ്കിൽ ഒരു മോഡലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഉള്ളത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിന് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതാണ് എത്രത്തോളം വേക്കൻസി നമുക്ക് ഓട്ടോക്കേഡ് പഠിച്ചു കഴിഞ്ഞാലുണ്ടാവും. ഒരിക്കലും ഏതൊരാളും ഓട്ടോക്കേഡ് പഠിച്ചു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കേണ്ടി വരില്ല. കാരണം വെച്ചാൽ അത്രയും ജോബ് വേക്കൻസി നമുക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈവൻ നമുക്ക് ഇപ്പോൾ ജിദ്ദയിലുള്ളതാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് പിന്നെ US അതേപോലെ ഇങ്ങനെയുള്ള പുറത്തുള്ള കൺട്രീസിലാണെങ്കിലൊക്കെ ഒരുപാട് വേക്കൻസി പല മേഖലയായിട്ടും പ്രൊജക്ട്സിൽ നമുക്ക് എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ എന്തായാലും ഡിസൈൻസ് എന്തായാലും വേണം. അതിന് 2D ഡ്രാഫ്റ്റിംഗ് നിർബന്ധമാണ്. ഈ 2D ഡ്രാഫ്റ്റിംഗ് നോക്കിയിട്ടാണ് 3D മോഡലിംഗ് ചെയ്യാം. അപ്പോൾ പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വേക്കൻസികൾ ഉള്ളതും അതുപോലെ തന്നെ ജോബിൽ നമുക്ക് എപ്പോൾ കയറി പറ്റാവുന്നതാണ്. ഈവൻ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലൊക്കെ നമുക്ക് ഒരുപാട് വേക്കൻസി ഇപ്പോൾ ഇതിലുണ്ട്. സോ ഇവിടെയൊക്കെ നമുക്ക് ഓട്ടോക്കേഡ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് ഓട്ടോക്കേഡ് യൂസ് ചെയ്യാം. ഓട്ടോക്കേഡ് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഏകദേശം ഒരു 12 to 18 വരെയൊക്കെയാണ് ഇതിൻ്റെ ബേസിക് സാലറി ഉണ്ടാവാം. സോ ബാക്കി ഇതിന് അപ്ഗ്രേഡേഷൻ വരുന്നത് നിങ്ങളൊരു 3D മോഡലിംഗ് സോഫ്റ്റ്വെയറോ ഒരു സ്കില്ല് മാത്രം പഠിച്ചുകൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് കാര്യമില്ല. മൾട്ടിപ്പിൾ സോഫ്റ്റ്വെയർസുകൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, മൾട്ടിപ്പിൾ സ്കില്ലുകൾ അറിയേണ്ടതുണ്ട്. വെറും സർട്ടിഫിക്കേഷൻസോ അല്ലെങ്കിൽ ഡിഗ്രി കൊണ്ടോ നമുക്കൊരു ജോലി കിട്ടൂല. നമ്മുടെ സ്കില്ല് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ തന്നെ നമ്മൾ ഈ 2D അല്ലെങ്കിൽ 3D പ്ലാനൊക്കെ അല്ലെങ്കിൽ ഡിസൈൻസ് നമുക്ക് എന്തിനാന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്ത് ഡിസൈൻ ആയിക്കോട്ടെ അത് നമ്മുടെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് വരുന്നതിന് മുന്നേ എന്തെങ്കിലും ഡിഫക്ട്സുകളോ അതിൻ്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ അതെങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് റിയലിസ്റ്റിക്കിലോട്ട് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് കണ്ടെത്തണം. സോ അതിന് വേണ്ടിയിട്ടാണ് സാധാരണ ഈ 2D നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസൈൻസ് നമ്മൾ ചെയ്യുന്നത്. ദെൻ അതേപോലെ തന്നെ നമ്മൾ ഓട്ടോക്കേഡ് ഹിസ്റ്ററി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഓട്ടോക്കേഡൊക്കെ വരുന്നതിന് മുന്നത്തേക്ക് നമുക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റൊക്കെ നമ്മളൊരു പേപ്പറിലോ അതുപോലെ തന്നെ അല്ലെങ്കിൽ ക്ലോത്തിലൊക്കെ ആയിരുന്നു പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അത് മാറി അതിന് നമ്മൾ പേപ്പറിലോട്ട് മാറ്റി പേപ്പറിൽ നിന്ന് ഡിജിറ്റലൊക്കെ ആക്കി. ഇപ്പോൾ ഡിജിറ്റലായപ്പോൾ നമുക്ക് ആളുകൾ കുറച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാം. ഈ പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്ന് പറയുന്നത് ഡിജിറ്റലായി, അതുകൊണ്ടാണ്. പക്ഷെ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആളുകൾ കുറക്കെന്ന് പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് അല്ല. ബട്ട് ഒരു കമ്പനി ഓണറിനെ സംബന്ധിച്ചിടത്തോളം ആളുകളെ കുറച്ചിട്ട് പ്രൊഡക്ടിവിറ്റി കൂട്ടുക. സ്കില്ലുള്ള ആൾക്കാരെ എടുത്തിട്ട് നമുക്ക് ടൈമിൽ ഒരു പ്രൊജക്റ്റ് തീർക്കുന്നിടത്ത് 2 പ്രൊജക്റ്റ് 3 പ്രൊജക്റ്റ് നമുക്ക് തീർക്കാൻ പറ്റണം. സോ അതിലോട്ട് മാറി. ഓട്ടോക്കേഡിൻ്റെ ബേസിക് ടു അഡ്വാൻസ്ഡ് ട്യൂട്ടോറിയലാണ് ഇനി നമുക്ക് വരാൻ പോകുന്നത്. സോ വരുന്ന ക്ലാസ്സുകളിൽ നമ്മളതിൻ്റെ സോഫ്റ്റ്വെയർസിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ,
അതേപോലെ തന്നെ അതിൻ്റെ പ്രോജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസും നമുക്കുണ്ടാവും. സോ മറ്റ് ക്ലാസ്സിനുമായിട്ട് നിങ്ങൾ സ്റ്റേ ട്യൂൺഡ്. ബൈ.